ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. അപ്പോൾ എന്തായാലും നാളെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫേസ് 3 എക്സാമാണ്. ജൂൺ 15 നാളെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫേസ് 3 എക്സാമാണ്. പരീക്ഷ ഉള്ള ആൾക്കാർ ആ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുത്ത് കാത്തിരിക്കുകയാവും. അപ്പോൾ പരീക്ഷ ഹോളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആ ഒരു ശ്രദ്ധിക്കേണ്ട ഫാക്റ്റ് പറയുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് 1-ൻ്റെയും ഫേസ് 2-ൻ്റെയും എക്സാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെല്ലാം കണ്ടതാണ്, ആൻസർ കീ കണ്ടതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. നമ്മളതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ കാര്യമാണ്. ഫേസ് 1-ഉം ഫേസ് 2-ഉം നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മുടെ എക്സാമാണ് കേട്ടോ. അത് ഫേസ് 1 എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ ഫേസ് 2 പാടായിരുന്നു, അല്ലെങ്കിൽ ഫേസ് 3 ഇനി പാടായിരിക്കാം. നമ്മളോട് എന്തിനാണ് ഈ ചതി PSC ചെയ്യുന്നത്? അങ്ങനെയുള്ള ചിന്തകളെല്ലാം തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ നിന്ന് ഒഴിവാക്കി വയ്ക്കുക. നമ്മുടെ മനസ്സിൽ നാളത്തെ പരീക്ഷ നമുക്കത് പാസ്സായി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നുകിൽ SI അല്ലെങ്കിൽ നമ്മുടെ LSGI സെക്രട്ടറി. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക്, ആ ഒരു കിടിലൻ ജോബുകളാണ് അല്ലേ. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. കഴിഞ്ഞതെന്തോ ആയിക്കോട്ടെ, ഒരിക്കലും നെഗറ്റീവ് തോട്ട്സിന് നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മുടെ മൈൻഡ് സെറ്റ് അതാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ പരീക്ഷാ ഹാളിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇതേപോലുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഫേസ് 1 എങ്ങനെ ആയിക്കോട്ടെ, ഫേസ് 2 എങ്ങനെ ആയിക്കോട്ടെ, ഫേസ് 3 ഇനി വരുന്നത് അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ പരീക്ഷ എഴുതി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കാം, നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നമുക്ക് ചിലപ്പോൾ എളുപ്പമായിട്ടുള്ള പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും നെഗറ്റീവ് തോട്ട്സ് ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആവശ്യമില്ലാതെ നമ്മുടെ എനർജിയും നമ്മുടെ പഠിക്കാനുള്ള സമയവും നമ്മുടെ ബാക്കി കാര്യങ്ങളും ഭാവിയും ഒന്നും നശിപ്പിച്ച് കളയുക കേട്ടോ. ശരി, അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് പരീക്ഷയുടെ തലേദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നാളെ പരീക്ഷ ഹോളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. കംപ്ലീറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഓവറായിട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട. കറണ്ട് അഫേഴ്സ് ലെവലിലുള്ള ഫാക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുതെന്ന് പറയുന്നതിന് കാരണം, ഇൻ കേസ് നമ്മൾക്ക് അത് പഠിക്കാൻ പറ്റിയില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു നമ്മുടെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെ ആയിരിക്കുമല്ലോ. നാളെ പരീക്ഷയാണ്, അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും എന്ത് ചെയ്തില്ല, ഇത് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ കൂടും. ആ ടെൻഷൻ നാളെ പരീക്ഷ എഴുതി കഴിയും വരെ, അല്ലെങ്കിൽ പരീക്ഷ ഹോളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും വരെ നമ്മുടെ മുമ്പിലുണ്ടാവും. അത് നമ്മുടെ ഓർമ്മയെ, നമ്മുടെ എനർജി എല്ലാം ബാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, അത് ഒന്ന് ഉറപ്പിക്കുക, അത് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ, പറ്റൂടെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. വീണ്ടും പഠിക്കാനൊന്നും ശ്രമിക്കരുത്. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് സമയം കൂടെ നമുക്കുള്ളൂ. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക. രണ്ടാമത്, നമുക്ക് എന്തായാലും പരീക്ഷാ ഹോളിൽ പോകുമ്പോൾ നമ്മുടെ മൈൻഡായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സ് നന്നായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞാൽ ആ ഒരു എനർജി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നാണ് അത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ശരീരത്തിന് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂളായിട്ട് നമ്മുടെ മനസ്സിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ എനർജി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആഹാരവും വെള്ളവും കുടിക്കുക. വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്. മഴ സമയമൊക്കെയാണ്, ഡീഹൈഡ്രേഷനൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ചില ആൾക്കാരുണ്ട്, ഞാനിത് പറയാൻ കാരണം, എടുത്ത് പറയാൻ കാരണം, ചില ആൾക്കാർ ഫുഡൊന്നും കഴിക്കാതെ തന്നെ പുസ്തകവും നമ്മുടെ റാങ്ക് ഫയലും എല്ലാവർക്കും നോട്ട് വെച്ച് എന്ത് ചെയ്തു ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവരോട് ഞാൻ പറയാണ്, നന്നായിട്ട് ആഹാരവും വെള്ളമൊക്കെ കുടിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി നിങ്ങൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, അതുപോലെ 2 പേന, പിന്നെ നമ്മുടെ ID പ്രൂഫ്, ഇത്രയും കാര്യങ്ങൾ എടുത്ത് ബാഗിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. അത് ഇപ്പോൾ തന്നെ ഇനി നിങ്ങളത് മാറ്റരുത്. ഇപ്പോൾ തന്നെ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തേക്ക് ഒരിക്കലും വയ്ക്കരുത്. നമുക്ക് നാളെ രാവിലെ അത് സമയത്ത് കണ്ടെത്താനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെൻഷനാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഇതെടുത്ത് ബാഗിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ പേന എടുക്കുമ്പോഴത്തേക്കും പുതിയ പേനയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന പേനയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അതുപോലെ എടുത്ത് ബാഗിനകത്ത് വയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് എടുത്ത് അതൊന്ന് എഴുതി നോക്കുക കേട്ടോ, തെളിയുന്നതാണോ. ചിലപ്പം പുതിയ പേന നമ്മൾ വാങ്ങുമ്പോഴത്തേനും അതിൻ്റെ നിബിലെ ഇങ്കൊക്കെ കോട്ടായി ചിലപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് എഴുതാനോ ബബിൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ടാവും. അങ്ങനെ ഹാർഡ്നെസ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ ഒരു റഫായിട്ടൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബബിൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് അങ്ങനെ ഉള്ള ഇതൊക്കെ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് അതൊന്നെടുത്ത് ചുമ്മാ കോറി വരച്ചാലും മതി. വരച്ചൊന്നതിനൊന്ന് പദം വരുത്തി എടുക്കുക, എന്താ പറയുക, ആ പേനയുടെ ഇത്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മെയിനായിട്ട് അത് തെളിയുന്നുണ്ടോ എന്ന് നോക്കുക. പരീക്ഷ ഹോളിൽ ചെന്നിട്ട് അത് തെളിയുന്നില്ല, അങ്ങനെയുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, നോക്കരുത് കേട്ടോ. ശരി, അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് വൈകുന്നേരം നന്നായിട്ട് ഉറങ്ങുക കേട്ടോ. ഇന്ന് വൈകുന്നേരം നാളെ പരീക്ഷ ഹോളിൽ ചെന്നിട്ട് ഉറങ്ങാനുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ന് വൈകുന്നേരം നന്നായിട്ട് ഉറങ്ങുക.
കാരണം നമ്മുടെ ബോഡിക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഷാർപ്പായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. നന്നായിട്ട് ഫുഡും കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാത്രി നന്നായിട്ട് സ്ലീപ്പ് ചെയ്യുക, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ടത്, ഞാനത് കളർ മാറ്റിത്തരാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തന്നെ അതെടുത്ത് എന്ത് ചെയ്യുക, ചെയ്ത് വെച്ചേക്കുക കേട്ടോ. നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. അതിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, എടുത്ത് നിങ്ങളുടെ ബാഗിനകത്ത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത് ഇനി നാളത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പരീക്ഷാ ഡേ അല്ലെ, എക്സാം ഡേയിലേക്ക് നമ്മൾ വരികയാണ് കേട്ടോ. എക്സാം ഡേയിലേക്ക് നമ്മൾ വരികയാണ്. എക്സാം ഡേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ രാവിലെ ഇറങ്ങുന്നു, പരീക്ഷാ ഹാളിൽ കൃത്യസമയത്ത് എത്തേണ്ട ആവശ്യമാണ്. മഴ സമയമാണ്, അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രാഫിക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഡിലേ ആവാം. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പൊക്കെ പരീക്ഷ എഴുതാം, PSC എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ മിക്ക ആൾക്കാരും ലേറ്റായിട്ട് എക്സാം ഹാളിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഓടിക്കതച്ച് വേർത്ത് കുളിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. ഓൾറെഡി ആ ഒരു ടെൻഷൻ ആയിരിക്കും. അപ്പോൾ വീണ്ടും ലേറ്റ് ആയതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഈ ഒരു എന്താ പറയുക, നമ്മളൊരു അസ്വസ്ഥതയായിരിക്കും. അവർ വേർത്ത് കുളിച്ച് വന്ന് ഒരു എക്സാം ഹാളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ പരീക്ഷ നേരെ ചോദിച്ചു ചിലപ്പോൾ എഴുതാൻ കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, പുറകോട്ട് കൊണ്ടുപോകാം. ആ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, കൃത്യസമയത്ത് എന്ത് ചെയ്യുക, പരീക്ഷാ ഹാളിൽ എത്തുക, എക്സാം സെൻറ്ററിൽ എത്തുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ പരീക്ഷാ സെൻറ്ററിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ആഹാരവും കഴിക്കണം, വെള്ളവും കുടിക്കണം. അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആഹാരവും കഴിക്കണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വെള്ളവും കുടിക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ. എക്സാം സെൻറ്ററിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പരീക്ഷാ ഹാളിൽ എത്തിയതിനു ശേഷം ഫുഡ് കഴിക്കണമെന്നില്ല, വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നന്നായിട്ട് ഫുഡും വെള്ളമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുക. അതിനുശേഷം എക്സാം ഹാളിൽ എനിക്കിപ്പോൾ എക്സാം ഹാളിൽ വാട്ടർ ബോട്ടിൽ അലൗഡ് അല്ലാതാണ് PSC പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലൊക്കെ നമുക്ക് വെള്ളം കൊണ്ടുപോകാൻ അലൗഡ് ആണെന്ന് തോന്നുന്നു. വേറെ പ്രശ്നമുണ്ട് അതിൻ്റെ ആവത്തില്ല, അവരോട് പറഞ്ഞാൽ അത്, കാരണം കണ്ടിട്ടുണ്ട് മിക്ക ആൾക്കാരുടെ കയ്യിലും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പരീക്ഷ സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് 1 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാനും എക്സാം സെൻറ്ററിൽ എത്തുന്ന രീതി, 1 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിക്ക് മുന്നേ എത്തുന്ന രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അതിന് മുമ്പേ തന്നെ എത്തുക. ഓക്കെ, പിന്നെ ആഹാരവും വെള്ളവും കഴിക്കുക. പിന്നെ സെൽഫ് റൈഡ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, പരീക്ഷയെക്കുറിച്ചോ ബാക്കി കാര്യങ്ങളെക്കുറിച്ചോ നെഗറ്റീവായിട്ടുള്ള തോട്ട്സോ ഒന്നും വരരുത്. റോഡിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. പരീക്ഷ ഹാളിൽ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം റിവൈസ് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് സെൽഫ് റൈഡ് ചെയ്ത് പോകുന്ന ആൾക്കാരുടെ കാര്യം. ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ മിക്ക ആൾക്കാരും ബസ്സിനകത്ത് കയറി നോക്കുന്നുണ്ട്. ഞാനത് അധികം അങ്ങ് പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ബസ്സിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും കണ്ണിന് നല്ല സ്ട്രെയിൻ എടുത്തായിരിക്കും വായിക്കുന്നത്. കണ്ണിന് സ്ട്രെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോഴത്തേനും അത് നമുക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. നമുക്ക് അത് ഒരു കോൺസെൻട്രേഷനെയൊക്കെ ബാധിക്കുന്ന രീതിക്ക് കണ്ണിനൊക്കെ ചെറിയ വേദനയും തലവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ്സിലിരുന്ന് പഠിക്കുന്നതിനെ അധികം നമുക്ക് പ്രോത്സാഹിപ്പിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കൂടിയേ തീരുന്നുണ്ടെങ്കിൽ ഓക്കെ ശരി. പിന്നെ എന്തായാലും സെൽഫ് റൈഡ് ചെയ്യുന്ന ആൾക്കാർ വണ്ടി റോഡിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഓടിക്കാൻ, മഴ സമയമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നേരത്തേക്ക് ഇറങ്ങുക, ഒത്തിരി സ്പീഡിലൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഫുഡും വാട്ടറും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവായ തോട്ട്സ് ഒന്നും പാടില്ല. അറിയാവുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ടും വായിച്ച് മനസ്സിലായി. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 1-2 തവണയൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ആൻസർ കിട്ടിക്കഴിഞ്ഞാലും ഒരു തവണ കൂടെ വെരിഫൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആയിരിക്കണമെന്നില്ല കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് എവിടെയെങ്കിലും വന്നാൽ അത് ചിലപ്പോൾ ഓപ്ഷനിലുണ്ടെങ്കിൽ നമുക്കത് എഴുതാനും സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആൻസർ എഴുതാൻ. പിന്നെ പരീക്ഷാ ഹാളിൽ എത്തി നമുക്ക് എന്തായാലും 1:30 പരീക്ഷാ ഹാളിൽ കയറി 2 മണിക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ അരമണിക്കൂർ നമ്മൾ OMR ഒക്കെ ഫില്ല് ചെയ്ത് വെയിറ്റ് ചെയ്യും. OMR ഒക്കെ ഏകദേശം 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്യും. അതിൽ OMR ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടും രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തി കൃത്യമായിട്ടും ബബിൾ ചെയ്യുക. അതുപോലെ എക്സാം ഡേറ്റും ഡേറ്റ് ഓഫ് ബർത്തും തിരിഞ്ഞു പോകാതെ കറക്റ്റ്. ഇപ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയില്ല, എന്നാലും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് ഈ 2 മണി 1:30 കയറിയിട്ട് 2 മണി വരെയുള്ള സമയമുണ്ടല്ലോ, നമ്മളിതെല്ലാം OMR ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാനോ വേറെ ഒന്നുമില്ല, അവിടെ എൻഗേജ്മെൻ്റ് ഒന്നുമില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേനും നമ്മുടെ മനസ്സിലേക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ കടന്നു വരും. അതിന് ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചുമ്മാ ഇപ്പുറത്തോട്ടും നോക്കിക്കൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പഠിച്ച കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരിക. കാരണം ഈ ഒരു അരമണിക്കൂർ നിങ്ങൾക്കറിയാം, അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അത് മനസ്സിലാവും. എന്താണ് ആ ഒരു സമയം അല്ലേ, നമുക്ക് വേറെ ഒന്നും എൻഗേജ്മെൻറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ടിൽ OMR ഷീറ്റുണ്ട്, ബാക്കിയുള്ള ആൾക്കാരിരിക്കുന്നു, നമ്മുടെ ടീച്ചർ ഇൻവിജിലേറ്റർ നിൽപ്പുണ്ട്. അപ്പോൾ വേറെ ഒന്നിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചുമ്മാ പുറത്തോട്ട് നോക്കിക്കൊണ്ട്, അപ്പോൾ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരും. ഉറക്കം വന്നു കഴിഞ്ഞാൽ
അത് നമ്മുടെ മൈൻഡ് സെറ്റിനെ അഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ മെമ്മറിയിൽ കൊണ്ടുവരാൻ നോക്കുക. കഴിഞ്ഞു. അത് അത്രയും മാത്രം ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ ഹാളിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ് അല്ലേ. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതേ രീതിയിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, എല്ലാം പോസിറ്റീവായിട്ടാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് തോട്ട്സിന് സ്ഥാനം കൊടുക്കരുത്. നന്നായിട്ട് നല്ല ചിന്തകൾ മാത്രം എന്ത് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ആ ഒരു ആക്ഷനെ ആയിരിക്കും നമ്മുടെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കറക്റ്റ് ആ സംഭവം കേട്ടോ. നമ്മുടെ ആക്ഷൻ എങ്ങനെയാണോ അതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. കൂളായിട്ട് പരീക്ഷ പോയി എഴുതുക. പരീക്ഷ നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് കേട്ടോ. അടുത്ത LSDA സെക്രട്ടറി ആയിട്ട് നിങ്ങൾ എല്ലാവരും വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഇത് ചെയ്ത് ഹോൾ ടിക്കറ്റും അതുപോലെ ID പ്രൂഫും പേനയൊക്കെ എടുത്ത് ഇപ്പോഴേ സെറ്റാക്കി വയ്ക്കുക. നന്നായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക കേട്ടോ. പരീക്ഷ ഹോളിലല്ല, തലേ ദിവസം ഇന്ന് നന്നായിട്ട് ഉറങ്ങുക. നാളെ നേരത്തെ എക്സാം സെൻറ്ററിലെത്തുക. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ച് ടെൻഷൻ ഉണ്ടാക്കാതിരിക്കുക. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ കീ അനാലിസിസ് ഒക്കെ വരാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഓൾ.